ഭീകരതയുടെ രാഷ്ട്രീയത്തിന് രാജ്യത്ത് വിത്തുപാകിയത് കോൺഗ്രസ് ആണെന്നും അത് മുതലെടുത്ത ബിജെപി വിളവെടുത്തുവെന്നും SDPI ദേശീയ പ്രസിഡന്റ് ഇ സയ്യിദ്. SDPI 4ാം ദേശീയ പ്രതിനിധി സമ്മേളനം ആലുവയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയുടെ രാഷ്ട്രീയം രാജ്യത്ത് തുടങ്ങിയത് കോൺഗ്രസ് ആണെന്ന് SDPI ദേശീയ പ്രസിഡന്റ് സയ്യിദ്. SDPI 4ാം ദേശീയ പ്രതിനിധി സഭ ആലുവ ശാന്തിഗിരി ആശ്രമം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിനിയമങ്ങളിലൂടെയും ദുരൂഹത നിറഞ്ഞ കഥകളിലൂടെയും മുസ്ലിങ്ങളെ ഭീകരതയുടെ വക്താക്കളാക്കി മാറ്റി വെറുക്കുന്ന അവസ്ഥയുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഇതിന്റെ സാമൂഹിക പ്രത്യാഘാതം മുതലെടുത്താണ് BJP അധികാരത്തിലെത്തിയത്. കോൺഗ്രസ് വിത്തുപാകി BJP വിളവെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാർ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയമാണ്. വികസനത്തിൽ മുന്നേറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ചെയ്തതുപോലെ മുതലാളിമാരെ സഹായിക്കുന്ന സമീപനമാണ് BJP സർക്കാരിന്റെയും. ഇതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് വൈകാരിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയത വഴിമാറി സഞ്ചരിക്കുകയാണ്. വൈദേശിക ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യ സമരവും വിവിധ മതസ്ഥർ ഒന്നിച്ച് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതുമായിരുന്നു ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറ. എന്നാൽ ദേശീയതയുടെ സങ്കല്പം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ജാതീയമായി ഭിന്നിപ്പിക്കുക, തമ്മിൽ അടുപ്പിക്കുക എന്നതാണ് പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ചില ശക്തികൾ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ, സാമ്പത്തിക, കാർഷിക മേഖല വൈദേശിക ശക്തികളുടെ നിയന്ത്രണത്തിലാണ്. ഈ നയമാറ്റം ഇന്ത്യൻ ജനതയെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ദളിത്, പിന്നോക്ക ജനതയുടെ സാമൂഹിക മുന്നേറ്റത്തെ തടയുന്ന നിലപാടാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും സയ്യിദ് പറഞ്ഞു. രാജ്യത്ത് ഇന്നൊരു രാഷ്ട്രീയ ബദലില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം പ്രഹസനമാണ്. കോൺഗ്രസിന്റെ ഭരണകൂട ഭീകരത വലിയ തമാശയും. മുതലാളിത്ത വിരുദ്ധ പ്രസ്താവനകൾ രാഷ്ട്രീയ വഞ്ചനയും വിദേശ വിധേയത്വം രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതുമാണ്. ദേശീയ തലത്തിൽ ജനതാ പരിവാരം ആശാവഹമായ നീക്കമാണ്. എന്നാൽ ഇതിന് നേതൃത്വം നൽകുന്ന ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ്, ദേവഗൌഡ തുടങ്ങിയ നേതാക്കളുടെ മുൻകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷം അടുത്ത കാലത്ത് നടത്തിയ ഏക സാമ്രാജ്യത്വ വിരുദ്ധ നീക്കം ആണവ സർക്കാർ വിഷയത്തിൽ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമ്പൂർണ്ണ മാറ്റമാണ് വേണ്ടത്. ഭരണത്തിൽ സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിച്ച് വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലുള്ള ഉന്നമനമാണ് SDPI ലക്ഷ്യമിടുന്നത്. SDPI എതിർത്ത ഭീകരതയുടെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം വളരെ വൈകിയാണെങ്കിലും ഇടതുപക്ഷം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ആശാവഹമാണ്. SDPI മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വിവിധ ജാതിക്കാരായ ജനത, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും പാർസിയുമെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതും ഒരുമിച്ച് നിന്ന് ഏകോദര സഹോദരന്മാരെ പോലെ നമ്മളുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമായിരുന്നു നമ്മുടെ ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പം എന്നുണ്ടെങ്കിൽ ഇന്ന് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ എത്രമാത്രമാണോ ഒരു ജനതയെ ഭിന്നിപ്പിക്കുകയും തമ്മിലടിപ്പിക്കുകയും രക്തം ചൊരിയുകയും ചെയ്യാൻ കഴിയുക, അതിന്റെ പരമാവധി അത് ചെയ്തു തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് ചില ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനമായിരിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയതയുടെ അടിത്തറ. ദേശീയ ജനറൽ സെക്രട്ടറിമാരായ അഫ്സൽ പാഷ, അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ, മെഹബൂബ്, ആവാദ് ഷരീഫ്, റഫീഖ് ജബ്ബാർ മുല്ല എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ഇ അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായ ഹാഫിസ് മൻസൂർ അലിഖാൻ, സാംകുട്ടി ജേക്കബ്, പ്രൊഫസർ നസ്നി ബീഗം, ഖലാഞ്ചി അഡ്വക്കേറ്റ് സാഞ്ച് സിദ്ദിഖ്, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ്, ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി എന്നിവർ സംസാരിച്ചു. SDPI ദേശീയ പ്രസിഡന്റായി A സയ്യിദ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം എടവണ്ണ സ്വദേശിയായ സയ്യിദ് 2ാം തവണയാണ് SDPI ദേശീയ പ്രസിഡന്റാകുന്നത്. സാംകുട്ടി ജേക്കബ്, പ്രൊഫസർ നസ്ഫിൽ ബീഗം, അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ അഹമ്മദ് വൈസ് പ്രസിഡന്റുമാർ, അഫ്സർ പാഷ, MK ഫൈസി, മുഹമ്മദ് ഷാഫി, ഇല്യാസ് മുഹമ്മദ് തുമ്പെ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. P അബ്ദുൾ റഷീദ് ഫൈസി, റഫീഖ് ജബ്ബാർ മുല്ല, അബ്ദുൾ വാരിസ്, യാസ്മീൻ ഫാറൂഖി സെക്രട്ടറിമാർ, മുഹമ്മദ് ഷഹാബുദ്ദീൻ ട്രഷറർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. 15 സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ആലുവ ശാന്തിഗിരി ആശ്രമത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ദേശീയ പ്രതിനിധി സഭയാണ് 45 അംഗ പ്രവർത്തക സമിതിയെ തെരഞ്ഞെടുത്തത്. മുൻ ദേശീയ സമിതി അംഗം EM അബ്ദുറഹിമാൻ നേതൃത്വം നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത ഭരണാധികാരികളെ SDPI പ്രവർത്തകർ പ്രകടനമായി നഗരം ചുറ്റി വരവേൽക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തു.